യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെ പരക്കെ സംഘർഷം. മിക്ക ജില്ലകളിലും KSRTC അടക്കമുള്ള വാഹനങ്ങൾ തടഞ്ഞു. നിരവധി സ്ഥലങ്ങളിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. നൂറുകണക്കിന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ 6-ന് തുടങ്ങിയ ഹർത്താൽ വൈകിട്ട് 6 മണി വരെ തുടരും. നേരം വെളുത്തപ്പോഴാണ് ഹർത്താലാണെന്ന വിവരം പൊതുജനം അറിഞ്ഞത്. രാവിലെ സാധാരണ രീതിയിൽ സ്വകാര്യ ബസ്സുകളടക്കം സർവീസ് നടത്തിയതുകൊണ്ട് അധികം ബുദ്ധിമുട്ടിയില്ല. പക്ഷേ 9 മണിയോടുകൂടി ചിത്രം മാറി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞു. പാലക്കാടും കോഴിക്കോടും അടക്കമുള്ള പല സ്ഥലങ്ങളിലും KSRTC ബസ്സുകൾക്ക് നേരെ കല്ലെറിഞ്ഞു. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. നിരവധി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായവരെ വിട്ടേക്കണമെന്നാവശ്യപ്പെട്ട് വടകര പോലീസ് സ്റ്റേഷൻ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത് സംഘർഷത്തിലെത്തി. പോലീസ് അകമ്പടിയോടുകൂടി KSRTC ബസ്സുകൾ ചില സ്ഥലങ്ങളിൽ സർവീസ് നടത്തിയെങ്കിലും പിന്നീട് നിർത്തിവെച്ചു. ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. മലപ്പുറം DD ഓഫീസിലെ ജീവനക്കാരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൂട്ടിയിട്ടു. ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരികൾ പ്രഖ്യാപിച്ചെങ്കിലും ഭാഗികമായ കടകൾ തുറന്നുള്ളൂ. കേരള, MG, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികൾ ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചിരുന്നു. LDF നടത്തുന്ന മേഖലാ ജാഥകളും മുല്ലപ്പള്ളി നടത്തുന്ന ജാഥയും ഇന്നുണ്ടായിരുന്നില്ല. പുലർച്ചെ പ്രഖ്യാപിച്ച ഹർത്താലായതിനാൽ ജനങ്ങൾ നന്നായി വലഞ്ഞു. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു. സ്കൂളുകളും കോളേജുകളും വളരെ കുറച്ച് മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. പഴുതുകളടച്ചുള്ള സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ച് മലബാറിൽ. MA ഇർഷാദിനൊപ്പം റാഹീസ് റഷീദ്, മീഡിയ 1, കോഴിക്കോട്.